ഹലോ. ആസിഡ് അറ്റാക്ക് വിക്ടിംസിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയൊരു നിലപാടിലൂടെ നമുക്കിന്ന് കടന്നുപോയാലോ? ഇപ്പൊ ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ആസിഡ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇത്രയും പുതുതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. മുൻപേ തൊട്ട് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, അവരെയെല്ലാം ശിക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ ഇതിലൊരു പുതുമ എന്നല്ലേ? പറഞ്ഞു തരാം. അതായത് ആസിഡ് കുടിക്കാൻ പ്രേരിപ്പിച്ചതിന്റെ ഭാഗമായി അന്നനാളങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആന്തരികാവയവങ്ങളും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുകയും അതുപോലെ ഈ ഭാഗങ്ങളെല്ലാം നശിച്ചു പോവുകയും പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് ഇവിടെ നിലവിലെ നിയമപ്രകാരം യാതൊരു രീതിയിലുള്ള വൈരൂപ്യമോ അല്ലെങ്കിൽ ഒരു ഡിസ്ഫിഗറേഷനോ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ നിലവിലെ സെക്ഷൻ 124 ഓഫ് BNS ഇവിടെ അപ്ലിക്കബിൾ ആയി വരുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ ആന്തരികമായി പരിക്ക് പറ്റിയത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്നാണ് ഹർജിക്കാരിയുടെ വാദിച്ചത്. ഇതെല്ലാം കേട്ട് ഞെട്ടിയ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് മൃഗങ്ങളെക്കാൾ അതിഭീകരമാണെന്നാണ്. ഇവിടെ സംഭവം ഗുരുതരമാണെന്ന് തിരിച്ചറിഞ്ഞ സോളിസിറ്റർ ജനറൽ ഇത്തരത്തിലുള്ള വിക്ടിംസിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിയമം കൊണ്ടുവരുന്ന കൂടിയാണ് അവിടെ പറഞ്ഞത്. മാത്രമല്ല 6 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന് ഒരു നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ആസിഡ് ആക്രമണങ്ങൾക്ക് ഇരയായവർക്ക് പെട്ടെന്ന് തന്നെ നീതി ഉറപ്പാക്കാൻ വേണ്ടി അവരുടെ വിചാരണ പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് നടത്തണമെന്ന് ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെ അടുത്ത് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതി ഇതോടൊപ്പം തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത് ആസിഡ് അറ്റാക്കുകൾക്ക് വിധേയരായവർക്ക് ഒരു പിന്തുണ തന്നെയാണ് നൽകുന്നത്. എനിവേ, കൂൾ ഗുരു, ശുക്രിയ.